Hey guys, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് സൺഡേ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ വന്നു കേട്ടോ. ഉച്ചവരെ പ്രാക്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വൈകിട്ട് 7 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെ നിന്നൊക്കെ മാങ്ങ വരയ്ക്ക് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നുവേ. അപ്പോൾ ഇരുന്നെടുത്ത് ഞാൻ പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ അവരതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ് കയറാനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നത്. പിന്നെ നമുക്ക് മുടിയില്ല, ഒക്കെ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ലടി അങ്ങനെയല്ല, നന്നായിട്ട് കളിച്ചാൽ മതി, മുടിയില്ലെങ്കിൽ എന്താ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഇതാക്കി. പക്ഷെ അവൾ സ്വന്തം ചേച്ചിയാണ് ഇത്. പക്ഷെ അവളിട്ട് അവളെ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു വെച്ചാൽ ഞങ്ങളുടെ കഷ്ടകാലം നേരത്തെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ ബസ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ലേറ്റായിട്ടാണ് ബസ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അവിടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ബാലൻസ് ഒക്കെ ഞങ്ങൾക്ക് റെഡി ആവണം. ഞങ്ങൾ മൊത്തത്തിൽ റെഡി ആയിട്ടൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂവും കാശുമാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ ഭയങ്കര ടെൻഷനിലും കൂടെയാണ്. കാരണം തിരുവാതിര ഇന്ന് കളിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ തിരുവാതിര കളിക്കുന്ന കാര്യത്തിൽ പിള്ളേരെന്തോ ഭയങ്കര ടെൻഷനാണ് അവർക്ക്. കൈകൊട്ടിക്കളിക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ആവേശമാണ്. പക്ഷെ അത്ര ആവേശം ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം അവർ ഇറങ്ങാൻ പോവാണ് തിരുവാതിരയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. ഞങ്ങളവിടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കോലുകളിയുണ്ട്, കോലുകളിയുടെ കോലും പിന്നെ പാട്ടും എല്ലാം കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ ഗണപതി സ്തുതിയോടെ തുടങ്ങി കേട്ടോ. അങ്ങനെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. തിരുവാതിര കുറച്ച് കഴിയുമ്പോൾ തന്നെ കൈകൊട്ടിക്കളിയുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് പാട്ടിടാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട്. ഇല്ലെങ്കിൽ പാട്ടുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് കാണാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വീഴുന്നതാണ്, ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തിരുവാതിര കളിച്ചു. കുറച്ച് നേരം അത് തന്നെയായിരുന്നു. അരമണിക്കൂറത്തെ പ്രോഗ്രാമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരമണിക്കൂറത്തെ പ്രോഗ്രാമാണ്. സാധാരണ ഞങ്ങൾ കൈകൊട്ടിക്കളി കളിക്കുമ്പോൾ 3/4 മണിക്കൂറോളം ഉണ്ട്. ഇതത്ര നമ്മൾ ചെയ്തില്ല. കാരണം തിരുവാതിര മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കൈകൊട്ടിക്കളി കളിക്കണം എന്നൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ അതും കോലുകളിയും കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ കൈകൊട്ടിക്കളി ഞങ്ങൾ തുടങ്ങി കേട്ടോ. പക്ഷേ സാരി ഇത്ര ഇറക്കി കൊടുത്തുകൊണ്ട് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഇച്ചിരി കയറ്റിയാണ് കൈകൊട്ടിക്കളിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിരുവാതിര കൂടെ ഉള്ളതുകൊണ്ട് ഇറക്കിയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സോങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും സോങ് എനിക്ക് കിട്ടിയില്ല. ചിലത് കിട്ടിയതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ കൈകൊട്ടിക്കളി അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടു, സാരിയൊക്കെ എടുത്ത് കുത്താൻ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കളിക്കാൻ കയറിയത്. പിന്നെ ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ കൈകൊട്ടിക്കളി. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കളിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാം പുതിയ സോങ് ആട്ടോ എടുത്തത്. കളിച്ച ഒരു പാട്ടും ഞങ്ങൾ എടുത്തില്ല, എല്ലാം പുതിയതെടുത്ത് പഠിച്ചു. പിന്നെ പിള്ളേർക്കൊരു ടാലൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എന്നെ കാണിച്ചാലും അത് നോക്കി എടുത്തോളും. കാരണം കയ്യിൽ നിന്നിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു മൊത്തം. പക്ഷെ അത് ആരും അറിഞ്ഞില്ല. അതുപോലെ തന്നെ കോലുകളിക്കും ഒക്കെ കയ്യിൽ നിന്നിടലായിരുന്നു കേട്ടോ. പക്ഷെ കാണുന്നവർക്ക് മനസ്സിലായില്ല. കാരണം എന്നെ നോക്കി അങ്ങ് എടുത്ത് പൊക്കോളും. പക്ഷെ ഭയങ്കര അഭിപ്രായം എന്ന് വെച്ചാൽ അത്ര നല്ല അഭിപ്രായമാണ് കേട്ടോ. 2 പ്രോഗ്രാമിനും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ അഭിപ്രായം വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മൊമെൻ്റൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പരിപാടിക്ക് ഞങ്ങൾക്ക് മൊമെൻറ്റോസൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ഇടുകയാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോസും കാര്യവും ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അമ്പലക്കാരും കമ്മിറ്റിക്കാരും ഒക്കെ നല്ല ഹാപ്പിയാണ്. ഞങ്ങൾക്ക് 2 ദിവസവും നല്ലൊരു പ്രോഗ്രാം ഇവിടെ കൊടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇതോടെ ഈ ഒരു വെക്കേഷൻ ടൈമിലെ പ്രോഗ്രാമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. കാരണം ഞാൻ ഇനി ഒന്നും ഏറ്റെടുത്തില്ല. മെയിലൊക്കെ വന്നതെല്ലാം തട്ടിവിട്ടു കേട്ടോ. കാരണം ഇനി ഞങ്ങൾ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മെയിലും ഒന്നും അധികം ക്ലാസ്സും എടുക്കാൻ പറ്റത്തില്ല. പ്രോഗ്രാംസും ഒക്കെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇനി ജൂൺ തൊട്ട് പക്കയായിട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.